വർഷക്കാലം അടിമയിലാണ്ടുപോയ മാതാപിതാക്കന്മാർക്ക് പുത്തൻ ഉണർവ് പകർന്ന വിലാപശബ്ദമാണിത്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവന്റെ ശബ്ദം. നൂറ്റാണ്ടുകൾക്കപ്പുറം ഈശ്വര ചൈതന്യത്താൽ മഹർഷിമാരും മഹർഷീശ്വരന്മാരും രാജാക്കന്മാരും ചക്രവർത്തിമാരും പതിവ്രതകളായ സ്ത്രീരത്നങ്ങളും കൊണ്ട് അക്ഷരീകത്തിലും ആത്മീയത്തിലും പ്രക്ഷോഭിതമായിരുന്നു ഈ ഭാരതഭൂമി. മഹാബലി ചക്രവർത്തിയുടെ കാലത്തോളം നിലനിന്നിരുന്ന ഈ ആധ്യാത്മിക പൈതൃകം ഗുരുശാപത്താൽ നഷ്ടമാവുകയായിരുന്നു. നിന്റെ കുലത്തിൽ ഗുരുക്കന്മാർ ഇല്ലാതെ പോകട്ടെ. ശുക്രാചാര്യ ശാപത്തിന്റെ തീക്ഷ്ണതയാൽ പ്രൗഢിയും പ്രതാപവും തന്റെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ മഹാബലി ശാപമോക്ഷത്തിനു വേണ്ടി യാചിച്ചു. ഈശ്വരൻ ഗുരുവായി നിന്റെ കുലത്തിൽ എന്ന് അവതരിക്കുന്നുവോ അന്ന് നിനക്ക് ഈ നഷ്ടദിനങ്ങൾ തിരികെ ലഭിക്കും. ഗുരുവും രാജാവും നഷ്ടപ്പെട്ട ആദി ദ്രാവിഡർ സ്വന്തം രാജ്യത്തിൽ അടിമകളായി തീർന്നു. വേലക്കുറ്റം ചുമത്തി ചേറിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ അമ്മയുടെ രോദനം സ്വർഗത്തോളം അലയടിച്ചു. എന്റെ നേരില്ലാത്ത ദൈവമേ, ഞങ്ങൾക്ക് ഈ ഗതി വന്നെങ്കിൽ എന്റെ വരും കാല സന്തതികൾക്ക് ഈ ഗതി വരുത്തരുതേ. കാളയോടും പോത്തിനോടും ഇണചേർത്ത് പാടങ്ങളിൽ ഒഴുകുമ്പോൾ മുഖത്തിൻ കീഴിൽ അവർ അനുഭവിച്ച വേദന വാക്കുകൾക്ക് അതീതമായിരുന്നു. തളർന്നു വീഴുന്നവരെ ആ ചേറിലേക്ക് ചവിട്ടിത്താഴ്ത്തി മൃഗീയമായി കൊലപ്പെടുത്തി. അപ്പനെ വടക്കോട്ടും അമ്മയെ തെക്കോട്ടും വിറ്റ് വിലവാങ്ങിയപ്പോൾ അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ നിലവിളി അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചു. ഞങ്ങൾക്കപ്പനില്ലേ തിന്നാരം, ഞങ്ങൾക്കമ്മയില്ലേ തിന്നാര, ഞങ്ങൾക്കാരുമില്ലേ തിന്നാര. അമ്മിഞ്ഞ പാലിനായി തേങ്ങിക്കരയുന്ന ഇളയ കുഞ്ഞിന്റെ ആശ്വാസത്തിന് വകയില്ലാതെ അപ്പനും അമ്മയും പോയ വഴി നോക്കി നിലവിളിച്ച മൂത്ത കുഞ്ഞിന്റെ കണ്ണീരിനു മുന്നിൽ സർവശക്തനായ ദൈവം വാക്കും മൊഴിയും പറഞ്ഞു. കരയേണ്ട മക്കളെ, ഞാനൊരു കാലത്ത് അപ്പനും അമ്മയുമായി വന്ന് നിങ്ങളെ രക്ഷിച്ചുകൊള്ളാം. വാഗ്ദത്തം നിറവേറ്റിക്കൊണ്ട് കാലസമ്പൂർണതയിൽ സാക്ഷാൽ ഈശ്വരൻ ഗുരുദേവനായി മന്നിക്കൽ തറവാട്ടിൽ അവതാരം ചെയ്തു. അടിമ അനുഭവിച്ച് കടന്നുപോയ മാതാപിതാക്കന്മാരുടെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള PRDS വാമനപുരം ശാഖ യുവജന സംഘത്തിന്റെ ചരിത്ര പുനരാവിഷ്കരണമാണ് ഈ വഴിത്താരയിലൂടെ കടന്നുവരുന്നത്.